ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് കാലത്തെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാനുള്ള നേന്ത്രപ്പഴം എന്തെങ്കിലിട്ട് മുരിയിച്ചു കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടി വി ഒക്കെ കണ്ട് ഇരുന്ന് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശരിക്കും ഇത് നല്ലപോലെ അവർ കഴിച്ച് എന്താ പറയുക വയറ്റിലാക്കിയോളും. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നല്ല, നമ്മുടെ വീട്ടിൽ അതായത് എൻ്റെ വീട്ടിൽ ഞാനും എനിക്കൊരു ആങ്ങളെയും കൂടിയുണ്ട്. എൻ്റെ ചേട്ടനാണ്, പക്ഷേ എന്നെ ചേട്ടനെ വെച്ച് നോക്കുമ്പോൾ ഞാനാണ് മൂത്തത് എന്നാണ് തോന്നുക. അപ്പോൾ ഞങ്ങൾ ശരിക്ക് എൻ്റെ അമ്മ ജോലിക്കൊക്കെ പോകുമ്പോൾ ഞാനായിരിക്കും കൂടുതൽ അവിടെ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ആങ്ങളുണ്ടെങ്കിലും അവർ പിന്നെ ആൺപിള്ളേർ കളിക്കാനൊക്കെ പോകും. അപ്പോൾ അവരൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും പെൺകുട്ടികളായിരിക്കും കൂടുതൽ അങ്ങനത്തെ ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവുക, ആരില്ലാണ്ടും അതുപോലെ കളിക്കാൻ ആരില്ലാണ്ട് അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുള്ളവരുണ്ടാവും. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ശരിക്കും എനിക്ക് ആ ഒറ്റപ്പെടൽ കുറച്ചൊക്കെ കുറവായിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ആൻറ്റി ഉണ്ട്. ആൻറ്റിയുടെ അടുത്തിരുന്ന് പോയി വർത്തമാനം പറയലും അതുപോലെ ടി വി കാണാനും, പിന്നെ ഞാൻ ആൻറ്റിയൊക്കെ കൂടി അഥവാ ചക്ക സീസൺ മാങ്ങ സീസണൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മാങ്ങ പൊട്ടിക്കാനും പറക്കാനൊക്കെ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഒറ്റപ്പെടലുകളൊക്കെ ആൻറ്റിയുടെ ഒപ്പം നിന്നിട്ടൊക്കെ നമുക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു പക്ഷേ എൻ്റെ അമ്മ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു സമയത്ത് എനിക്ക് ആൻറ്റിയിൽ നിന്ന് ആൻറ്റി എനിക്ക് സ്നേഹം തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ആൻറ്റിക്ക് ഒരു മോളും ഒരു മോനുണ്ട്. പക്ഷേ അവർ ആൻറ്റീൻ്റെ മോള് കല്യാണം കഴിഞ്ഞ് പോയി. അതുപോലെ മോൻ ജോലിക്കൊക്കെ പോണ സമയത്ത് ഞാനായിരിക്കും ആൻറ്റിക്ക് കൂട്ടൊക്കെ കൊടുക്കാൻ ചെല്ലണത്. അപ്പോൾ ശരിക്കും നമ്മുടെ അമ്മ എങ്ങനെയാണോ ആ ഒരു ഫീൽ ചെയ്യണം കേട്ടോ നമുക്ക് ആൻറ്റിയിൽ നിന്ന്. ആൻറ്റി ശരിക്കും നമുക്ക് ആ സ്നേഹം തന്നിട്ടുള്ളതൊക്കെ. അപ്പോൾ എന്തിനായാലും അവരെ മക്കൾക്ക് തരുന്ന പോലെ നമുക്കും ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ ആലോചിച്ച് കുറച്ച് ഇമോഷണലായിപ്പോയി ഗൈസ്. അപ്പോൾ അത്രയുള്ളൂ കേട്ടോ. ടാറ്റാ.